കേരളത്തിൽ ബി ജെ പിക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അധികാരം കിട്ടുന്നതിന് മുമ്പേ അധികാരത്തിന്റെ സുഖങ്ങൾ കിട്ടിയ ഒരു പാർട്ടിയാണ് ബി ജെ പി. കാരണം എന്താ വെച്ചാൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ സാധാരണ ഒരു അഴിമതിയൊന്നും ഇല്ലാതെ പോയിട്ട് അധികാരത്തിൽ വന്നു കഴിയുമ്പോഴുള്ള അഴിമതി ഉണ്ടാവും. ഇവിടെ അതിനു മുമ്പ് തന്നെ അഴിമതിയായി. കാരണം വെച്ചാൽ എല്ലാ ചില്ലറ മേടിക്കാനും എല്ലാ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ആവിഷ്കരിക്കാനും അതിൽ കാശ് മേടിക്കാനും പമ്പ് മുതൽ ഈ പറഞ്ഞ പോലെ മറ്റു പല പദ്ധതികളൊക്കെ കാശ് മേടിക്കാനും മെഡിക്കൽ കോളേജിന് അംഗീകാരത്തിന് കാശ് മേടിക്കാനൊക്കെ ഇവർക്ക് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളെ നേരിടുകയാണ്. യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം കൊടുത്തിട്ടുള്ള ഒരു മിഷൻ എത്രത്തോളം പൂർത്തിയാക്കും എന്നുള്ളതിനെ സംബന്ധിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ ഭാവി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ എഴുതി വെക്കുന്നു, അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം പോയപ്പോൾ ഏതാണ്ട് രാഷ്ട്രീയം വിടുന്നു എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ കുറിപ്പിട്ടതാണ്. ഇനി യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു കുറിപ്പിടാനുള്ള ഒരു സൗകര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ബി ജെ പിയിൽ തന്നെ ഒരുപാട് നേതാക്കളെ ഒതുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എൻ രാധാകൃഷ്ണനെ, എം ഡി രമേശിനെ. അതോടൊപ്പം തന്നെ അവർക്കൊന്നും ആ പണ്ടത്തെ ഒരു സ്വീകാര്യതയൊന്നും ഇപ്പം ഇല്ല. അതോടൊപ്പം തന്നെ മറ്റൊരു പല ഗ്രൂപ്പിനെയും അദ്ദേഹം വളർത്താനായിട്ട് ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അനൂപ് ആന്റണിയെയും ഷോൺ ജോർജിനെയും ഒക്കെ. അതൊക്കെ അദ്ദേഹത്തെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള പല പഴയ താപ്പാനകളും ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ടീമിനെ അദ്ദേഹത്തെ, അത് ബി ജെ പിയിൽ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഒരു പ്രസിഡന്റ് വരുമ്പോൾ പ്രസിഡന്റ് ഒരു സെൻട്രിക് ആയിട്ടുള്ള ഒരു പാർട്ടിയാണത്. ആ പ്രസിഡന്റിന്റെ അധികാരത്തിന് ചേരുന്ന അവർക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ആളുകളായിരിക്കും. ഇതൊക്കെ ചെയ്തിട്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ 7 ലക്ഷത്തോളം വോട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറയുകയാണ് ചെയ്തതെങ്കിൽ അത് കുറയുമല്ലോ. കാരണം വെച്ചാൽ പാർലമെന്റിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയെ കണ്ടുകൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. മോദിക്ക് ഇവിടെ ഇപ്പോഴും ഒരു ഇമേജ് ഉണ്ട്. ആ ബ്രാൻഡ് മോദിക്ക് കുറെ ഇടിവൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു 38 ലക്ഷം വോട്ടുകളുണ്ട് എന്ന് പറയുന്നത്. 38 ലക്ഷം വോട്ടുകളുണ്ട്.